പുതുവർഷപ്പിറവിൽ ഗസയിൽ നിന്നും വന്ന വാർത്തകളിൽ നിറയെ മരവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യജീവിതങ്ങളെപ്പറ്റിയായിരുന്നു. വേൾഡ് ഇൻ വേർഡ്സിൻ്റെ ആദ്യ വിശകലനവും ആ വാർത്തയെക്കുറിച്ചാണ്. സ്വർണം സൂക്ഷിക്കുന്ന സ്ത്രീകളെക്കുറിച്ചും വധശിക്ഷ നിരോധിച്ച സിംബാബ്വേയെക്കുറിച്ചുമാണ് മറ്റ് വിശകലനങ്ങൾ. മഞ്ഞു പെയ്യുന്ന ദിവസങ്ങൾ ലോകത്തെങ്ങും വിനോദയാത്രയുടെ കാലമാണ്. തണുപ്പിൽ ആഹ്ലാദിക്കാനെത്തുന്ന ആളുകളെ കൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ നിറയും. ന്യൂ ഇയർ ആഘോഷങ്ങൾക്കൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ മറ്റിടങ്ങളിൽ ഉള്ളതിനേക്കാൾ തിരക്കേറും. അഭയം തേടാനൊരു വീടോ മൂടിപ്പുതയ്ക്കാൻ ഒരു കമ്പിളിപ്പുതപ്പോ ഇല്ലാതെ തണുപ്പിനോട് മുഖാമുഖം നിൽക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ അക്കാലത്തെ അവസ്ഥ എന്തായിരിക്കും? 2024 എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയിറക്കപ്പെട്ട വർഷം എന്നതുകൂടിയാവുമ്പോൾ പ്രത്യേകിച്ചും തണുപ്പും ചൂടും തിരിച്ചറിയാനാവാത്ത കുഞ്ഞു പൈതങ്ങളുടെ അവസ്ഥയിലേക്ക് തുളച്ചു കയറുന്ന ഈ തണുപ്പ് എന്തൊക്കെയാവും ചെയ്തു കൂട്ടുന്നുണ്ടാവുക? ഗസയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ ഇപ്പോൾ മരവിച്ച് മരത്തടി കണക്കായി പോകുന്ന കുട്ടികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. 31കാരനായ മുഹമ്മദ് അൽ ഫസീഹ് അദ്ദേഹത്തിൻ്റെ മകൾ സീല അൽ ഫസീഹിനെ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഖാൻ യൂനിസിലെ താൽക്കാലിക ടെൻറ്റിൽ നിന്നും നാസർ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ അടിയന്തര വാർഡിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അധിക നേരം സീല ജീവിച്ചിരുന്നില്ല. ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവളുടെ ശരീരം നീല നിറമാവുകയും വിറങ്ങലിച്ച് മരക്കഷ്ണം പോലെയാവുകയും ചെയ്തിരുന്നു. മുഹമ്മദ് അൽ ഫസീഹിൻ്റെയോ അദ്ദേഹത്തിൻ്റെ മകളുടെയോ കഥ മാത്രമല്ല ഇത്. ഗസയിലെ രക്ഷിതാക്കൾ ഉറച്ചുപോയ കുഞ്ഞു ശരീരങ്ങളെയാണ് ഇപ്പോൾ നിരന്തരം നെഞ്ചോട് ചേർക്കുന്നത്. ഒരു രോഗവുമില്ലാത്ത കുട്ടികളുടെ ഹൃദയങ്ങൾ രാത്രിയിലെ തണുപ്പ് സഹിക്കാനാവാതെ നിശ്ചലമായി പോവുകയാണെന്നാണ് ഡോക്ടർമാർ ഇത്തരം മരണങ്ങളെ വിലയിരുത്തുന്നത്. ഓരോ മണിക്കൂറിലും ഒരു കുട്ടി വീതം കൊല്ലപ്പെടുന്നുവെന്നാണ് ഗസയിലെ കണക്ക്. അതിലേക്കാണ് ഇപ്പോൾ തണുപ്പ് കൂടെ വില്ലനായി വരുന്നത്. കെട്ടിപ്പൊക്കിയ താൽക്കാലിക ടെന്റുകളിൽ ചൂട് കായാനോ തണുപ്പിനെ ആട്ടിയകറ്റാനോ യാതൊരു വഴിയും ഗസക്കാർക്ക് ഇപ്പോഴില്ല. രാത്രിയിലെ മരം കോച്ചുന്ന തണുപ്പിനെ അതിജയിക്കാൻ ഇവർ പാടുപെടുകയാണ്. മഴയും തണുത്ത കാറ്റും കൂടെ ആവുമ്പോൾ സംഗതി ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. കത്തിക്കാനൊരു പ്ലാസ്റ്റിക് കഷ്ണമോ മറ്റോ തിരഞ്ഞു നടക്കുന്ന ആളുകളെ ഗസയിൽ അങ്ങിങ്ങായി കാണുന്നത് സ്ഥിരം കാഴ്ചയാണെന്നാണ് യൂണിസെഫിന്റെ വക്താക്കൾ പറയുന്നത്. യുദ്ധത്തിലൂടെ ആളുകളെ കൊല്ലുക മാത്രമല്ല ഇസ്രായേൽ ചെയ്യുന്നത്, മാനുഷികമായ എല്ലാ സഹായങ്ങളെയും തടയുക എന്ന കിരാതമായ നടപടിയും അവരുടേതായിട്ടുണ്ട്. ഭക്ഷണവും വസ്ത്രവും പോഷകാഹാരവും അടക്കം ഒന്നും നൽകാതെ ഒരു ജനതയെ നരകസമാനമായ ജീവിതത്തിലേക്ക് തള്ളിവിട്ട് ആസ്വദിക്കുകയാണ് നെതന്യാഹുവിൻ്റെ ജനത. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ജനതയ്ക്ക് ഒരു കമ്പിളിപ്പുതപ്പോ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളോ വിതരണം ചെയ്യാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നതാണ് അവസ്ഥ. മനുഷ്യസ്നേഹികൾ നൽകിയ ഇത്തരം വസ്തുക്കളൊക്കെ ഗസയുടെ അതിർത്തികളിൽ ട്രക്കുകളിലായി അനുമതി കാത്ത് മാസങ്ങളായി കെട്ടിക്കിടക്കുന്നുണ്ട്. ശാസ്ത്രം പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് താപം ശരീരം എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നാണ്. അതിനായി ശരീരത്തിന് ചില ടെക്നിക്കുകളും ഉണ്ട്. തലച്ചോറിനെയും ഹൃദയത്തെയും അടക്കം പ്രധാന അവയവങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഈ താപനിലയാണ്. താപനില കുറയുന്നതോടെ ഇവയുടെ പ്രവർത്തനങ്ങൾ പതിയെ അവസാനിക്കും. 10ഉം 11ഉമൊക്കെയാണ് ഗസയിലെ ഇപ്പോഴത്തെ താപനില. ശക്തമായ കാറ്റിലും മഴയിലും താൽക്കാലിക കൂടാരങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ വസ്ത്രങ്ങളോ പുതപ്പോ മരുന്നോ തീയോ കറണ്ടോ അവർക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. മരങ്ങൾ മുറിച്ചിട്ട് ഉണക്കി തീ കായാൻ എത്ര കാലം അവർക്ക് കഴിയും? വരും ദിവസങ്ങളിൽ തണുപ്പ് ഇനിയും കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുഞ്ഞു പൈതങ്ങളുടെ മരവിച്ചുറച്ചുപോയ മൃതശരീരങ്ങൾ ലോകത്തെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നർത്ഥം. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെ സ്ത്രീകളായിരിക്കും? എന്തിന് സംശയമല്ലേ, നമ്മൾ ഇന്ത്യക്കാർ തന്നെ. 24,000 ടൺ സ്വർണമാണത്രേ ഇന്ത്യൻ പെണ്ണുങ്ങളുടെ കൈവശമുള്ളത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കാണ് ഇത് ലോകത്തെ ആകെ സ്വർണത്തിൻ്റെ 11% വരും. അമേരിക്ക പോലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പിന്നിലേ വരും. ഇന്ത്യയിൽ തന്നെ ദക്ഷിണേന്ത്യക്കാരാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ. ഇന്ത്യൻ സ്ത്രീകൾ കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ 40%വും
ദക്ഷിണ ഭാഗത്താണ് ഉള്ളതത്രേ. ഇതിൽ തന്നെ 28% തമിഴ്നാട്ടുകാരുടെ കയ്യിലും. കൗൺസിലിന്റെ കണക്ക് പ്രകാരം ഇന്ത്യക്കും അമേരിക്കയ്ക്കും പിന്നിലുള്ളത് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ്. വധശിക്ഷ നിരോധിച്ചുകൊണ്ട് സിംബാബ്വെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. പ്രസിഡന്റ് എമേഴ്സൺ മനഗ്വാഗയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. 2005 മുതൽ വധശിക്ഷയ്ക്ക് ഒരു മൊറട്ടോറിയം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തരം ശിക്ഷ വിധിക്കുന്നതിൽ നിന്നും കോടതികൾ പിറകോട്ട് പോയിരുന്നില്ല. കൊലപാതകത്തിനും തീവ്രവാദത്തിനും കലാപത്തിനുമൊക്കെ വധശിക്ഷ തന്നെയായിരുന്നു വിധിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ ഇനി കോടതികൾക്ക് ഇത്തരം വിധികൾ പുറപ്പെടുവിക്കാനാവില്ല എന്ന് മാത്രമല്ല, നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ശിക്ഷ തടവിലേക്ക് മാറ്റുകയും ചെയ്യും. നിലവിൽ ഏകദേശം 63 പേർ സിംബാബ്വേയിൽ വധശിക്ഷ കാത്ത് കഴിയുന്നുണ്ട് എന്നാണ് കണക്ക്. 1960-കളിൽ ഗറില്ല യുദ്ധം നടത്തിയതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായിരുന്നു നിലവിലെ പ്രസിഡന്റ് മനഗ്വാന. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വധശിക്ഷയ്ക്കെതിരായി ശക്തമായി വാദിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ശിക്ഷ പിന്നീട് ലഘൂകരിച്ചിരുന്നു. 2005 മുതൽ സിംബാബ്വേയിൽ ആരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നില്ല എന്ന കാര്യവും കൂട്ടി വായിക്കേണ്ടതാണ്. അതേസമയം അടിയന്തരാവസ്ഥ കാലത്ത് ഈ നിരോധനം നിലനിൽക്കില്ലെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. ഇതുകൂടെ പിൻവലിക്കണമെന്ന ആവശ്യവും സിംബാബ്വേയിൽ ശക്തമാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ കണക്ക് പ്രകാരം 24 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടക്കം 113 രാജ്യങ്ങളിൽ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട്. അതേസമയം 2023 കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ വിധിച്ച രാജ്യങ്ങൾ ചൈന, ഇറാൻ, സൗദി അറേബ്യ, സോമാലിയ, അമേരിക്ക എന്നിവയാണത്രേ. നന്ദി.